ഇത് കണ്ടോ, ഇത് ശാന്തിഗിരി ആശ്രമത്തിന്റെ കർക്കിടക കഞ്ഞിയുടെ കിറ്റാണ്. ഒരുപാട് കർക്കിടക കഞ്ഞി കിറ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷേ എന്തുകൊണ്ട് ശാന്തിഗിരി ആശ്രമത്തിന്റെ കർക്കിടക കഞ്ഞി കിറ്റ് നിങ്ങൾ വാങ്ങിച്ച് ഇതുണ്ടാക്കി കഴിക്കണം എന്നുള്ള ചോദ്യത്തിന് എനിക്ക് കുറച്ച് ഉത്തരം പറയാനുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാം, കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. ഇതിൻ്റെ ചേരുവകളൊക്കെ ഇത്രയും ഒരുപാട്, അതായത് ചെറുപയർ, ഉലുവ, ജീരകം, ഞവര അരി, അത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള അരിയാണ് ഞവര അരി. അതുകൂടാതെ ഒരുപാട് മരുന്നുകൾ, 50-50ഓളം മരുന്നുകൾ ചേർന്നിട്ടുള്ള ഒരു കിറ്റാണിത്. അതാണ് അതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ആ മാജിക്കലായിട്ടുള്ള ആ ഒരു മെഡിസിനാണ്. അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിൻ്റെ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, പ്രതിരോധ ശക്തി ഉണ്ടാവും. രണ്ടാമത്, നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് എല്ലാം പോകും. പിന്നെ ദഹനം നന്നായിട്ട് നടക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ള എല്ലാ വിശദ വിവരങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും വായിച്ചു നോക്കുക. പിന്നെ ഞാൻ ഡോക്ടർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നോക്കി വായിക്കുന്നത്. നമ്മളിത് കഴിച്ച അനുഭവം മറ്റുള്ളവരുടെ അനുഭവം വെച്ചിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യാണല്ലോ. അപ്പോൾ ഞാനിത് കാണാതെ പഠിച്ചു വെച്ചിട്ടില്ല. ശാന്തിഗിരി ആശ്രമത്തിന്റെ കർക്കിടക കഞ്ഞിക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇത് പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്. ശാന്തിഗിരി ആശ്രമത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതായത് ഒരു 50 വർഷത്തോളമായിട്ട് ഇവിടെ ഇടമുറിയാതെ ഇങ്ങനെ പ്രാർത്ഥന നടക്കണം. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയിലൂടെ ലോകത്ത് ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകണം. വർഷങ്ങൾക്ക് മുൻപ് ഗുരു പറഞ്ഞൊരു വാക്ക് ഞാൻ ആലോചിക്കുകയാണ് ഇപ്പോൾ. അതായത് 24 മണിക്കൂറും പ്രാർത്ഥിച്ചാലും തീരാത്ത അത്ര കെടുതിയാണ് ലോകം നേരിടാൻ പോകുന്നതെന്ന്. ഇപ്പോഴാണ് കാര്യം പിടികിട്ടുന്നത്. നോക്കൂ, എത്രമാത്രം അപകടകരമായ രീതിയിലാണ് നമ്മുടെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 3-ാം ലോക മഹായുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാമെന്നുള്ള രീതിയിലാണ് ലോകം ഇങ്ങനെ പോകുന്നത്. ഒരു ശരിക്കും ഒരു പ്രഷർ കുക്കർ പോലെയാണ് ലോകം പോകുന്നത്. മഹാമാരികളെയും ഇങ്ങനെയുള്ള മഹായുദ്ധങ്ങളെയും ഒക്കെ അതിജീവിക്കാൻ മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഏത് ജാതിയിലോ മതത്തിലോ അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ എന്ന് പ്രാർത്ഥിക്കുക, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ആശ്രമത്തിൽ നിങ്ങൾക്കറിയാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറും പ്രാർത്ഥന ഇങ്ങനെ ഇടമുറിയാതെ നടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ജില്ലയിൽ നിന്ന് ആളുകൾ വരും. ഇപ്പൊ ആശ്രമത്തിലുള്ളവർ പ്രാർത്ഥിക്കുന്നത് കൂടാതെ ഇപ്പൊ രാത്രി വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ പ്രാർത്ഥിക്കണമല്ലോ. അപ്പൊ അതാര് പ്രാർത്ഥിക്കും? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ ജില്ലകളിൽ നിന്നും ബസ്സിലാണ് ആളുകൾ വരുന്നത്. ഇപ്പൊ പാലക്കാട് ജില്ലയ്ക്കാണെങ്കിൽ എല്ലാ മാസവും 3-ാം തീയതി, അങ്ങനെ കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം എല്ലാ ജില്ലകൾക്കും ഓരോ ദിവസം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണാം, ഒരു ബസ്സിൽ ആൾ വന്ന് ഇറങ്ങും, അവർ കുളിച്ച് എല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് അവർ പ്രാർത്ഥിക്കാൻ കയറും. 24 മണിക്കൂറും പ്രാർത്ഥനയാണ്. ഇനി അത് പോരാഞ്ഞ് ഇപ്പൊ ഗുരുവിന്റെ ജന്മശതാബ്ദി മഹാമഹോത്സവം വരാൻ പോവാണ്. അപ്പം അതിനോടനുബന്ധിച്ച് 3 വർഷം തുടർച്ചയായിട്ട് പ്രാർത്ഥനാ യജ്ഞമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ പൗർണമിയുടെ അന്ന് തുടങ്ങി. ലോക സമാധാനത്തിനും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് എന്താ ഗുണമെന്ന്. തീർച്ചയായിട്ടും ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ബോണസ് ആയിട്ട് നമുക്ക് എല്ലാ നന്മകളും ഉണ്ടാവും. അതാണ് ഇതിന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ആപ്തവാക്യം തന്നെ എന്താണെന്നറിയോ? സ്നേഹം, സേവനം, സമാധാനം. അപ്പോൾ അത്രയും പ്രാർത്ഥനയും അത്രയും വലിയ മഹത് ലക്ഷ്യങ്ങളും ഒക്കെ ഉള്ള ഒരു ആശ്രമത്തിൽ ഉണ്ടാക്കുന്ന കർക്കിടക കഞ്ഞിയല്ലേ നിങ്ങൾ കുടിക്കേണ്ടത്?